ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ട് ആയിരുന്നു ഇപ്പൊ നടന്നത്. ആ ഒരു റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടംവലി ടാസ്ക് ആണ് ബേസിക്കലി അവർക്ക് കൊടുത്തത്. നെവിനും ജിസയിലും ഒരു ടീമില്, പിന്നെ അഭിലാഷും ഷൈപ്പയും അപ്പുറത്തെ ടീമില്. അപ്പോൾ ഈ ഒരു ഗെയിമില് 3 റൗണ്ടുകൾ ഉണ്ടാവും. ബെസ്റ്റ് ഓഫ് 3 ആണ് ബിഗ് ബോസ് സെലക്ട് ചെയ്യുക. 2 റൗണ്ടിലും ജിസയിലും നെവിനുമാണ് ഈ ഒരു ടാസ്ക് ജയിച്ചത്. 2 റൗണ്ടിലും ജയിച്ച സ്ഥിതിക്ക് ഇനി ഒരു റൗണ്ടിന് പ്രസക്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞ ബിഗ് ബോസ് 2 റൗണ്ടുകളിൽ അവസാനിപ്പിച്ചു. അങ്ങനെ ജിസയിലും നെവിനുമായി ഹൗസിലെ സ്വേച്ഛാധിപതികൾ. രണ്ടുപേരും തന്നെ വളരെയധികം ആരോഗ്യമുള്ള 2 ആളുകളാണ്. ജിസയിലാണെങ്കിലും നെവിൻ ആണെങ്കിലും. നെവിൻ പറയാൻ പറ്റുമോ എന്നറിയില്ല, കട്ട് നിന്ന് നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുത്തൊരു മത്സരാർത്ഥിയാണ്. പിന്നെ ജിസയിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ജിമ്മൊക്കെ ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ എനിക്ക് തോന്നുന്നു അത്ര നന്നായിട്ട് അവര് പെർഫോം ചെയ്തില്ല, അണ്ടർ പെർഫോം ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നെവിനും ജിസയിലും ആണ് ഈ ആഴ്ചത്തെ സ്വേച്ഛാധിപതികൾ. മറ്റേ കിരീടവും ചെങ്കോലും ഒക്കെ ബിഗ് ബോസോട് അധികം വൈകാതെ തന്നെ ഇവർക്ക് 2 പേർക്കും കൊടുക്കുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെവിൻ അവിടെ എന്ത് രീതിയിലുള്ള ഒരു ഭരണമാണ് കാഴ്ചവെക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം നെവിന്റെ ഒരു സംഭവം കാണാനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അല്ല ജിസയില് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ജിസയിൽ കുറെയൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. നെവിന്റെ കാര്യമാണ് അറിയാൻ മേലാത്തത്. അപ്പൊ അതുകൊണ്ട് നെവിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, നെവിന് വേണ്ടിയാണ് ഞാൻ റൂട്ട് ചെയ്യുന്നത് ഈ ഒരു സ്വേച്ഛാധിപതി ഭരണക്കാലത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.